അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പങ്കെടുത്തേക്കും. അനൂപ് ദാസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, സംസ്ഥാനത്ത് നിന്നുള്ള എതിർപ്പുകൾ, പ്രധാന നേതാക്കൾ വിയോജിച്ചു വരുന്ന അവരുടെയൊക്കെ പ്രതികരണങ്ങൾ, ഇതൊക്കെ തള്ളുകയാണോ നേതൃത്വം? സോണിയ പങ്കെടുക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അറിയിപ്പ് വരുന്നത്? അറിയിപ്പായി ഔദ്യോഗികമായി അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഇത് കോൺഗ്രസിന്റെ ചില നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. സോണിയാഗാന്ധി പങ്കെടുത്തേക്കും എന്ന വിവരം. അതായത് കേരളം, ബംഗാൾ തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന അഭിപ്രായമുള്ളവർ. എന്നാൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങി ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന PCCകളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന നിലപാടിലാണ്. അത് സോണിയാഗാന്ധി തന്നെ പങ്കെടുത്താൽ നന്നാവുമെന്ന നിലപാട് ഈ സംസ്ഥാന ഘടകങ്ങൾക്കുണ്ട്. ഇക്കാര്യം പരിഗണിച്ചാണ് സോണിയാഗാന്ധി തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ സോണിയാഗാന്ധി അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന മഹാറാലിയിൽ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് ഈ ആരോഗ്യ കാര്യങ്ങൾ കൂടി പരിശോധിച്ചാവും അതിലൊരു അന്തിമ തീരുമാനം ആയതിനു ശേഷമാവും പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ, സോണിയാഗാന്ധി തന്നെ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുക. മറ്റെന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ചർച്ചയ്ക്കൊന്നും സാധ്യതയില്ല. കാര്യം വ്യക്തിപരമായിട്ടാണ് സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും പരിപാടിയിലേക്ക് വിളിച്ചത്. അവർ തീരുമാനിക്കട്ടെ, പോകട്ടെ എന്ന നിലപാടിലാണ് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സോണിയാഗാന്ധി തന്നെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാര്യത്തിൽ അദ്ദേഹവും. അക്കാര്യത്തിൽ പാർട്ടിയുടെ ഹൈക്കമാൻഡ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിരുന്ന ഒരു തീരുമാനത്തിലെത്താനാണ് സാധ്യത. ശരി, അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന്.